യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. കർത്താവൂതൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ. കർത്താവൂതൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. നാമോ രൂപാന്തരപ്പെടുമല്ലോ, നാമോ രൂപാന്തരപ്പെടുമല്ലോ. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് സെപ്റ്റംബർ 15 രാവിലെ 11 മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം, തിരുവനന്തപുരം. മിറക്കിൾ സൺഡേ കൊല്ലത്ത് സെപ്റ്റംബർ 22 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും സെപ്റ്റംബർ 29 രാവിലെ 8:30 മുതൽ. ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. വൈകുന്നേരം 4:30 മുതൽ. ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ യേശുവിനെ സ്വീകരിച്ച ആ നിമിഷം മുതൽ, അല്ലെങ്കിൽ ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിച്ച ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമേ എനിക്ക് യേശുവിനെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഒരാളുടെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവുകൾ കൊണ്ടോ കഴിവുകൾ കൊണ്ടോ ഒരിക്കലും യേശുവിനെ ഒരാൾക്ക് മനസ്സിലാക്കാനായി കഴിയത്തില്ല. യേശു ദൈവപുത്രനെ വിശ്വസിക്കാനായി കഴിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തിയാകുമ്പോൾ, അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ മാത്രമേ ഒരാൾക്ക് കർത്താവിനെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ആ യാഥാർത്ഥ്യം നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. എന്നാൽ എപ്പോഴത് ദൈവാത്മാവിനാൽ ഒരാൾ മനസ്സിലാക്കുന്നു, ആ സമയം മുതൽ ആ വ്യക്തിയുടെ ജീവിതം മാറുകയാണ്. പിന്നീട് താൻ പഴയതുപോലെ ഒരു ജീവിതത്തിൽ ആയിരിക്കത്തില്ല. തൻ്റെ ജീവിതം അന്ന് മുതൽ മാറ്റത്തിലേക്ക് വരികയാണ്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ഈ ഓരോ ദൈവജനവും നിങ്ങളോട് സംസാരിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് ദൈവാത്മാവിനോടൊപ്പം ചലിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, കർത്താവ് നിങ്ങളെ അതിൽ നിന്നും അടുത്തൊരു നിലവാരത്തിലേക്ക് ഉയർത്തട്ടെ. കർത്താവിൽ നിന്ന് കേട്ട് ചിലത് ചെയ്യുന്ന ആ വിധത്തിലൊരു ലൈഫിലേക്ക് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഞാൻ അങ്ങനെ യേശുവിലേക്ക് വന്ന നിമിഷം മുതൽ എന്തുണ്ട് എൻ്റെ അകത്ത്? യേശു കർത്താവ് വാസം ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് പറയാവോ? എൻ്റെ ഉള്ളിൽ ആര് വസിക്കുന്നു? ഒന്ന് എഴുന്നേറ്റ് വന്ന് എന്നോട് കൊടുന്ന കരമുയർത്തി പറഞ്ഞ്, യേശു എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുന്നു. ഒന്ന് ഉറക്കെ പറ, യേശു എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുന്നു. ഒന്നും കൂടെ പറ, യേശു എൻ്റെ ഉള്ളിൽ എന്ത് വാസം ചെയ്യുന്നു? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ. ഒന്നും കൂടെ പറ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ.
സ്വയം ഒന്ന് ചോദിച്ചേ, ഈ യേശു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിട്ട് എനിക്കെന്താ അതിനെ മനസ്സിലാക്കാൻ പറ്റാത്തത്? നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന് 15 വാക്യം. ഇനി വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നതിനെ കുറിച്ച് പറയുകയാണ്. വളരെ ഗൗരവത്തോടെ നിങ്ങൾ ഈ വാക്യങ്ങളിലൂടെ പോകണം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകയാൽ അവനെ ലഭിപ്പാൻ അവർക്ക് കഴിയത്തില്ല. അപ്പോൾ വ്യക്തിപരമായി പരിശുദ്ധാത്മാവിനെ ആർക്ക് ലഭിക്കത്തില്ല? അറിയാത്തൊരാൾക്ക് ലഭിക്കത്തില്ല. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ നിങ്ങൾ അറിയും. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു, നിങ്ങളോട് കൂടെ വസിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അടുത്ത വാചകം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ. ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. അടുത്ത വാക്ക്, കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണത്തില്ല, നിങ്ങളോ എന്നെ കാണും. അടുത്ത വാക്ക്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അവസാനത്തെ വാക്യം വായിച്ചിട്ട് ഞാൻ വിശദീകരിക്കാം. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് അന്ന് നിങ്ങൾ അറിയാനിടയാവും. എന്നാ അറിയുന്നേ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും യേശു എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു എന്ന് പറയുന്ന ആ അനുഭവത്തെ അന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന്. ഞാൻ ഈ പുസ്തകം വീണ്ടും വായിച്ചു. എനിക്കപ്പോൾ മെല്ലെ ഒരു കാര്യം മനസ്സിലാക്കാൻ തുടങ്ങി. യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന ആ യാഥാർത്ഥ്യം എൻ്റെ ബുദ്ധിമണ്ഡലം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. സർവശക്തനായ ഒരു ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറ്റും? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. കന്യകയായ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ദൈവം വന്നു വാസം ചെയ്തു എന്ന് പറഞ്ഞാൽ ആ മറിയയുടെ ഉള്ളിലുണ്ടായത് ആരായിരുന്നു? ദൈവം തന്നെയാണ്. വചനം ജഡം ധരിച്ചു, അവളുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്തു. ഒരു സാധാരണ ഒരു സ്ത്രീയുടെ വയറ്റിൽ ഒരു അമ്മ ഗർഭം ധരിക്കുന്നത് പോലെ യേശു വന്ന് വാസം ചെയ്തു, ദൈവം വന്ന് വാസം ചെയ്തു എന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? അത് ബുദ്ധി കൊണ്ട് പിടികിട്ടത്തില്ല അല്ലേ? എന്തുകൊണ്ടാണ് ബുദ്ധി കൊണ്ട് പിടികിട്ടാത്തത്? അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമുക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ കന്യക ഗർഭം ധരിച്ചു എന്ന്? അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ. കന്യക എങ്ങനെ ഗർഭം ധരിക്കും? അത് സാധ്യമാകത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നത് യേശു അനാഥനായി എന്നെ വിടുകയില്ലെന്നും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്നും പറഞ്ഞത് ശിഷ്യന്മാർക്ക് മനസ്സിലായി കാണത്തില്ല. ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ലെന്നും ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നും പറഞ്ഞത് ആർക്ക് പിടികിട്ടി കാണത്തില്ല? ശിഷ്യന്മാർക്ക് പിടികിട്ടി കാണത്തില്ല. കാരണം അതവരുടെ ബുദ്ധിക്ക് അപ്പുറമായിരുന്നു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കുമെന്നും ലോകം എന്നെ കാണത്തില്ലെന്നും നിങ്ങളോ കാണുമെന്നും പറഞ്ഞത് അവർക്ക് പിടികിട്ടി കാണത്തില്ല. എപ്പോൾ പിടികിട്ടി കാണുമെന്നറിയാമോ നിങ്ങൾക്ക്? എപ്പോഴാണോ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത് ആ നിമിഷം മുതൽ മനസ്സിലായി കാണും, ദൈവം എൻ്റെ കൂടെ ഉണ്ട്, യേശു എൻ്റെ കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവ് വന്ന ദിവസം മുതൽ അവർക്ക് മനസ്സിലായി കാണും, യേശു അവരുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു, ദൈവം അവരോടൊപ്പം സഞ്ചരിക്കുന്നു. കണ്ടോ? ശ്രദ്ധിച്ചേ, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും എന്ന് അന്ന് നിങ്ങൾ അറിയും. എന്ന് അറിയുന്നേ? പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, യേശു എൻ്റെ കൂടെ ഉണ്ട്. ഒന്ന് കൈയടിച്ച് ഭർത്താവിനോട് നല്ല ആമേൻ പറഞ്ഞ്. പ്രയാസമില്ലല്ലോ മനസ്സിലാക്കാൻ ഞാൻ ഈ പറയുന്നത്. ജസ്റ്റിനെ പാടുണ്ടോ? അനാഥനായ യേശു വിടത്തില്ല, കുറച്ചു കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് പറഞ്ഞത് ശിഷ്യന്മാർക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാണത്തില്ല. അവരെന്താ പറയുന്നതെന്ന് ഒരു പുക പോലെ അവർക്ക് തോന്നി കാണത്തുള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഇനി നിങ്ങളോട് പറയാൻ എനിക്ക് ധാരാളമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ അവൻ വരുമ്പോൾ ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരുവാൻ തുടങ്ങും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൂടാതെ എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ പൂർവ്വകാലങ്ങൾക്ക് അത് മറഞ്ഞു കിടന്ന് മറന്നുവെങ്കിലും ഇപ്പോൾ വിശുദ്ധന്മാർക്ക് എന്ത് ചെയ്തിരിക്കുക? അത് വെളിപ്പെട്ട് കിട്ടുക. എന്ന് പറഞ്ഞാൽ അത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആരുമല്ല, വേറൊരാൾ വെളിപ്പെടുത്തിയപ്പോൾ ലഭിച്ചതാണ്.
ഞാൻ മനസ്സിലാക്കി എടുത്തതല്ല, എനിക്കൊരു വെളിപ്പെടുത്തലുണ്ടായി. ഒരു ഹല്ലേലൂയ പറഞ്ഞ് സോളി എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനൊരു കാര്യം ഉണ്ട് കേട്ടോ. അതിനെ പറയും, ഒരു സോളി എന്നോട് പറയുക, അവിടെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, രഹസ്യമാണ്, അത് എന്നോട് അവൾ വെളിപ്പെടുത്തിയാൽ അതിനെ പറയും, അതിനെ ആ പൗലോസ് പറഞ്ഞത് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയെന്ന്, വേറൊരാളിൽ നിന്ന് പകർന്നു കിട്ടിയെന്ന്, അല്ലെങ്കിൽ വേറൊരാള് എനിക്ക് പങ്കുവെച്ചെന്ന്. പൂർവ്വകാലങ്ങൾക്ക് അത് മറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ വിശുദ്ധന്മാർക്ക് മനസ്സിലായി, എപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ, എപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വസിച്ചപ്പോൾ, എപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ വന്നപ്പോൾ, ആ നിമിഷം മുതൽ അവർക്ക് മനസ്സിലായി, സർവശക്തൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആമേൻ. അപ്പൊ യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ അടുത്തിരിക്കുന്ന ആളെ തലയിൽ തട്ടിയിട്ട് പറ, നിന്റെ ബുദ്ധി കൊണ്ട് പറ്റത്തില്ല, നിന്റെ കഴിവ് കൊണ്ട് പറ്റത്തില്ല, അതൊരു വെളിപ്പെടുത്തലാണ്. ആര് വെളിപ്പെടുത്തിയേ ഒക്കത്തുള്ളൂ? അത് ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നേ ഒക്കത്തുള്ളൂ. ആ വെളിപ്പെടുത്തലിലൂടെയാണ് നിനക്ക് മനസ്സിലാകുന്നത്, എൻ്റെ കൂടെ ഒരുവൻ വാസം ചെയ്യുന്നു, എൻ്റെ കൂടെ ഒരുവൻ വാസം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാതെ, പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരാതെ യേശുവിനെ എനിക്ക് പിടികിട്ടത്തില്ല. ഇത് ഭയങ്കര കാര്യമോ? ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരാൻ പറ്റാത്ത കാര്യമോ? നമ്മൾ വിചാരിക്കുന്നത് ചില ആളുകൾ പറയും, ചില യേശുവിനെ ആളുകൾ ആക്ഷേപിക്കുന്നതും യേശു എങ്ങനെയാന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുമ്പോൾ, എന്താ ഇവരിങ്ങനെയെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവരെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കരുത്. കാരണം പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശുവിനെ മനസ്സിലാക്കാൻ ആർക്കും കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ, എൻ്റെ എത്ര കഴിവുള്ള ബ്രെയിൻ ആണെങ്കിലും ഈ ബ്രെയിൻ കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞത്, മനുഷ്യൻ ബുദ്ധി കൊണ്ട് അവനെ മനസ്സിലാക്കത്തില്ല, പക്ഷെ അവന്റെ കൃപയാൽ, അവന്റെ ആത്മാവിനാൽ മാത്രമേ എനിക്ക് യേശുവിനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒരു നല്ല ആമേൻ പറഞ്ഞ്, എനിക്കായി വന്ന ദൈവൻ നീയേ, എനിക്കായി വന്ന ദൈവൻ നീയേ, എന്നെ കാണും നല്ല ദൈവം നീയേ, എനിക്കായി വന്ന ദൈവൻ നീയേ, എന്നെ കാണും നല്ല ദൈവൻ നീയേ, ആശ്രിതർക്ക് നല്ല കർത്തൻ നീയേ, എൻ്റെ എല്ലാമാകും അപ്പാ നീയേ, ആശ്രിതർക്ക് നല്ല കർത്തൻ നീയേ, എൻ്റെ എല്ലാമാകും അപ്പാ നീയേ. ഞാൻ തന്നെ മെല്ലെ നിങ്ങളെ അടുത്തൊരു ചിന്തയിലേക്കും കൂടെ കൊണ്ടുപോട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ യേശു കർത്താവ് എൻ്റെ ഉള്ളിലുള്ളത് അത് സത്യമാണ്. പക്ഷെ എന്താണ് എനിക്ക് അനുഭവിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾ നോക്കിക്കുക, എൻ്റെ ഷർട്ടിൽ ഞാനൊരു പെർഫ്യൂം അടിച്ചിട്ടുണ്ട്. എൻ്റെ മൂക്കുകൾക്ക്, എൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് മണം തിരിച്ചറിയുക എന്ന് പറയുന്നത്. എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എൻ്റെ ശരീരത്തിലുള്ള ഒരു സ്മെല്ലിനെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എൻ്റെ അകത്ത് വസിക്കുന്ന യേശു, അതിനെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബുദ്ധി കൊണ്ടും പറ്റുന്നില്ല, ഫിസിക്കലും പറ്റുന്നില്ല. പറ്റണമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കണം. ഒരു വാക്യം വായിക്കാൻ കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ 1 യോഹന്നാനിലേക്ക് വരാം, 3-ാം അധ്യായം എടുക്കാം. എൻ്റെ 23-ാമത്തെ വാക്യം വായിക്കാം. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പനകൾ തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണമെന്നു തന്നെയാണ്. ഇനി അടുത്ത വാചകം വായിക്കാം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. ഇതെവിടെ നമ്മൾ വായിച്ചത് നിങ്ങൾ ഓർമ്മിക്കുന്നു? യോഹന്നാൻ 14:23 വായിച്ചു. ആരെങ്കിലും എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞാനും എൻ്റെ പിതാവും വന്ന് അവൻ്റെ കൂടെ എന്ത് ചെയ്യും? വാസം ചെയ്യും. കണ്ടോ, അവിടെ അതേ വാചകം യോഹന്നാൻ പറയുക, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിലും വസിക്കുന്നു. അടുത്ത വാചകം ശ്രദ്ധിക്കണേ. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ഇത് ഭയങ്കരമായി പോയി. കണ്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ. അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു എന്ന് പറഞ്ഞ് യേശു അവനിലും യേശുവിൽ അവനും വസിക്കുന്നു. സ്പീഡ് കൂടുതലാണോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് അല്ലേ ആമീൻ പറഞ്ഞ്. അടുത്ത വാചകം വന്നിട്ട് പറയുക, എന്ന് നാം അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ അറിയുന്നെന്ന്. അപ്പൊ ആത്മാവിനെ കൂടാതെ ഒരാൾ യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്ന കാര്യം എന്ത് ചെയ്യത്തില്ല. ഇതൊരു വലിയ കാര്യമല്ലേ? യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയാവോ?
ഒരാൾ പറഞ്ഞു ഏലിയാവ്, ഒരാൾ പറഞ്ഞു യോഹന്നാൻ, ഒരാൾ പറഞ്ഞു മരിച്ച ഏതോ പ്രവാചകന. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. പക്ഷേ ഒരാൾ ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് എന്താ പറയുന്നേ? അതിലൊരുവൻ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞു. ഒരു നല്ല ആമേൻ പറഞ്ഞു. ആ സമയം യേശു കർത്താവ് അവനോട് പറഞ്ഞു, ഇത് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തിയതെന്ന്. അപ്പൊ യേശുവിനെ ആർക്കെങ്കിലും വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ അത് എന്തുകൊണ്ട് പറ്റത്തില്ല? ശരീരരക്തങ്ങൾ കൊണ്ട് എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ അറിവ് കൊണ്ടോ കഴിയത്തില്ല. പകരം, എല്ലാവരും പറഞ്ഞ പകരം, അവർക്ക് പറ, ആരുടെ ആത്മാവ് വെളിപ്പെടുത്തണം? യേശു പറയുവോ, ഇത് എൻ്റെ പിതാവ്, ഇത് ജഡരക്തങ്ങളെല്ലാം നിനക്ക് വെളിപ്പെടുത്തിയത് എൻ്റെ സ്വർഗസ്വനായ പിതാവത്രേ എന്ന് പറഞ്ഞ പിതാവ് വന്നു എന്നാണോ? ഇന്ന് നമുക്കറിയാം പിതാവിൻ്റെ ആത്മാവ് പത്രോസിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഒന്ന് കൈ അടിച്ചൊരു നല്ല ആമീൻ പറയാം. ഇവൻ ജീവിക്കുന്ന ക്രിസ്തു, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ആ വെളിപ്പെടുത്തലാണ് ലൈഫിനെ മാറ്റുന്നത്. ആ വെളിപ്പെടുത്തലാണ് വ്യക്തിയെ മാറ്റുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ജീവിതം മാറണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ യേശു ദൈവപുത്രൻ എന്ന് മനസ്സിലാകണം. ഇത് മതത്തിൽ ചേരുന്ന പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. സ്നാനപ്പെടുന്നു, വ്യക്തിപരമായി പള്ളി വരുന്നു, ഒക്കെ മിക്കവാറും മതത്തിന്റെ ഭാഗമാണ്. എന്നാൽ നിങ്ങൾ അറിയേണ്ട, അത് രോഗശാന്തിയുടെ അത്ഭുതത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നി. യേശു ദൈവപുത്രൻ എന്ന് ആർക്കെങ്കിലും മനസ്സിലായാൽ, വെളിപ്പെട്ട് കിട്ടിയാൽ, അയാൾ പിന്നെ ഒരു സാധാരണ ജീവിതം നടത്തത്തില്ല. അയാൾ പിന്നീട് ജീവിക്കുന്നത് അസാധാരണ ജീവിതമായിരിക്കും. ഓ, കമോൺ കൈ അടിച്ചൊരു നല്ല ആമേൻ പറ. നിങ്ങൾ സാധാരണ ജീവിതം നയിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ അകത്ത് യേശു ദൈവപുത്രൻ എന്ന് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ആ ദൈവപുത്രനാണ് നിങ്ങളുടെ ഉള്ളിലല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നീട് നിങ്ങളുടെ ജീവിതം സാധാരണമായിരിക്കത്തില്ല. സൂപ്പർ നാച്ചുറലുകൾ സാധാരണമാകാം. കമോൺ ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കർത്താവിന് കൊടുത്തേ. സാധാരണ ജീവിതം നിങ്ങൾ നയിക്കുന്നതിന്റെ കാരണം, നിങ്ങൾ പള്ളി വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. ഓ, നിങ്ങൾ വീണ്ടും പള്ളിയിൽ പോയിട്ട് വീണ്ടും കർത്താവിനോട് പറയുന്നത്, കർത്താവേ എന്താ കർത്താവേ മാറാത്ത, എന്താ കർത്താവേ വ്യത്യാസം വരാത്ത, എന്താ കർത്താവേ? വെയിറ്റ്, നിങ്ങളുടെ അകത്ത് യേശു ദൈവപുത്രൻ എന്ന് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സാധാരണ ജീവിതം നയിക്കാൻ പാടില്ല. യേശുവിനെ മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്ന കർത്താവിന് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന എന്താണോ അതിനെ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിൽ ജീവിക്കാനായി കഴിയത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്, അല്ല എൻ്റെ കർത്താവിനിൽ വസിക്കുന്നു എന്ന അവയർനെസ്സിലേക്ക്, എന്ന ബോധ്യത്തിലേക്ക്, ഞാനൊരു സാധാരണ വ്യക്തിയല്ല, എനിക്ക് പഴയ ജീവിതമല്ല ഇനി വേണ്ടത് എന്ന ബോധ്യത്തിലേക്ക് വരുന്നൊരു വ്യക്തി അതിൽ ജീവിക്കുവാനായി തുടങ്ങും. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആകട്ടെ. കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ സാധാരണ ഒരു വ്യക്തിയെ ജീവിക്കാൻ പാടില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, സിസ്റ്ററിൻ്റെ പേര് അന്നമ്മ ജെയിംസ് എന്നാണ്. മലയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 1.5 മാസം മുമ്പ് കുളിമുറിയിലൊന്ന് വീണായിരുന്നു. പക്ഷേ അപ്പോൾ ഡിസ്ക് വെളിയിലേക്കായി പുറത്തോട്ട് തള്ളി. അങ്ങനെ ബെൽറ്റ് ഇട്ടു, മെഡിക്കൽ കോളേജിൽ പോയിട്ട്. എന്നിട്ട് ഒരു വേദനയും ഒരിക്കലും കുറയാത്തത് കൊണ്ട് ബ്രദർ എറണാകുളത്ത് പ്രെയർ നടക്കുമ്പോൾ അമ്മയുടെ മകൾ അവിടെയാണ്. അപ്പോൾ അവിടെ എനിക്ക് അമ്മയെ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ തിരുവനന്തപുരത്തല്ല. ഞാൻ വിചാരിച്ചു എൻ്റെ മെമ്മറിക്ക് പ്രശ്നം വന്നു. എറണാകുളത്ത് വന്നു. മോൾ അവിടെയാണ്. എറണാകുളത്ത് വന്ന് പ്രാർത്ഥിച്ചു. ഫ്രണ്ട് ഇരുന്നപ്പോ നട്ടല് ബെൽറ്റ് ഇട്ടിട്ട് 1 മാസമായി എന്നോട് പറഞ്ഞ അമ്മ. ഓക്കെ, ഏറ്റവും മുന്നേറിയിരുന്ന അമ്മ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓക്കെ. അതിനുശേഷം ഡോക്ടറെ കണ്ടില്ല. അതിനുശേഷം പെയിൻ കില്ലർ കഴിച്ചില്ല. നല്ല സുഖമായി. അതിന് സാക്ഷിയായിട്ടാണ് അമ്മ അന്ന് ബെൽറ്റ് ഊരിയതാ. ബെൽറ്റ് ഊരി അപ്പോഴേ തന്നെ ഊരി. പിന്നെ വന്നില്ല. അത് മോള് റോട്ടിൽ പോയപ്പോ റോട്ടി കളഞ്ഞു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. വന്നേ. ഇനി ഇതിനകത്ത് ഈ വണ്ടിക്കകത്ത് ഇനി എന്തെങ്കിലും അസുഖം ഇല്ലാത്തതുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. യേശു അമ്മ ഇന്ന് സൗഖ്യമാക്കേ. അമ്മയുടെ ആരോഗ്യം തിരിച്ചു വരുവേ. അമ്മയ്ക്ക് ഒരു കൂട്ടം രോഗങ്ങളുണ്ട്. എന്നെ ഞാൻ ആദ്യം ഒരു ചേച്ചിയെ വിളിച്ചിട്ട് നട്ടെല്ലിന്റെ കണ്ണികൾ അകന്നുപോയി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു.
അപ്പോൾ മുതൽ അമ്മ പ്രാർത്ഥിക്കുക, കർത്താവെ എൻ്റെ നടുവിനെ തൊടുന്നതിനെ ഈ ബ്രദറിനെ വിളിക്കണേ, എൻ്റെ ഈ ബ്രദറിനെ ഈ ബ്രദറിലൂടെ എന്നെ ഉപയോഗിക്കണേ, എന്നെ സൗഖ്യമാക്കണേ. പക്ഷേ എനിക്കറിയായിരുന്നു അമ്മയെ കർത്താവ് സൗഖ്യമാക്കും. പക്ഷേ കുറച്ച് സമയം കൂടെ മുന്നോട്ട് പോയേ ഒക്കത്തുള്ളൂ. കാരണം നാളുകളായി ഈ സാധനങ്ങൾ ദേഹത്ത് കയറിയിട്ട് കുറെ അത്ഭുതങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവൂ ജീവിക്കുന്നൊരു കർത്താവുണ്ട്. അവിടുത്തെ കൈകൾക്ക് ചിലത് ചെയ്യാനായി പറ്റും. അമ്മയുടെ നെർവുകളെല്ലാം തകരാറിലായി. അമ്മയ്ക്ക് ചെവിയോട് പ്രശ്നമുണ്ട്, ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ട്, നട്ടലി പ്രശ്നമുണ്ട്, നീർക്കെട്ടുണ്ട്, യൂട്രസിനോട് അല്ലെങ്കിൽ വയറ്റിനോട് ബന്ധിക്കപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട്, തേയ്മാനമുണ്ട്, ഹിപ്പിന് ഇഷ്യൂ ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ ഇത് മുഴുവൻ തലതിരിച്ചു വയ്ക്കാൻ എന്റെ യേശുവിന് കഴിയും. വീണതിനെ തുടർന്ന് ഇവിടെ ഒരു തള്ളൽ വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മ അവർക്കല്ലേ പറ്റാത്തുള്ളൂ, നമ്മുടെ കർത്താവിന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. ഈ പകല തള്ളൽ മാറുമോ? യേശുവേ അമ്മ ബെൽറ്റ് ഊരിക്കേ. ഇനി അമ്മ ബെൽറ്റ് ഇടുന്നില്ല അമ്മേ. ഈ ശരീരത്തിൽ വന്നുപോയ തള്ളല്, എല്ലിനുണ്ടായ തേയ്മാനത്തിന്റെ ആരംഭം യേശുവിന്റെ നാമത്തിൽ ഈ പകൽ സൗഖ്യമാകട്ടെ. അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്തല്ലോ ഒന്ന് ചെയ്തേ. അത്ഭുതവാനേ അത്ഭുതവാനേ അത്ഭുതങ്ങൾ ചെയ്യുന്ന നല്ല കർത്താവേ. ഇനി ഈ പുറകോട്ടൊക്കെ ഒന്ന് ഞെളിഞ്ഞ് ഞാൻ പിടിച്ചോളാം. യേശുവേ ഡോക്ടർ പറഞ്ഞത് ഇനിയൊന്നും എടുക്കരുത്, വെയിറ്റ് എടുക്കരുത്, ബെഡ് റെസ്റ്റ് വേണം. ചക്കരപ്പോ ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അമ്മയ്ക്കുണ്ടായ അനുഭവം ഒന്ന് പറയാമോ അമ്മേ? അത് ഞാൻ ബാത്റൂമിൽ വീണു. പക്ഷെ 15 മിനിറ്റോളം അതിനകത്ത് തന്നെ കിടന്നുപോയി. എനിക്ക് എണ്ണിക്കാൻ നിവർത്തിയില്ല. ഇവിടെ വെച്ചാണോ? ഇവിടെ വെച്ച് കരിപ്പൂര്. അപ്പൊ കാല് അങ്ങ് എന്റെ ഒരു കാലും ഒരു കൈയും സ്ട്രോക്ക് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എണ്ണിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട്. അമ്മയ്ക്ക് ഒരു കാലും കൈയും സ്ട്രോക്ക് വന്നയാളാ. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇപ്പൊ ഇങ്ങനെ എണ്ണിച്ചൊക്കെ നടക്കുന്നു. ഞാൻ ചോദിച്ചത് ആ വീഴ്ചയിൽ അമ്മയുടെ ഡിസ്ക് പുറത്തേക്ക് തള്ളിപ്പോയി. എനിക്ക് തോന്നുന്നു ഞാൻ അമ്മയുടെ നടു തൊട്ടപ്പോ ഒരു എല്ല് പുറത്തോട്ടിരിക്കുവായിരുന്നു. ഒരു തള്ളുണ്ടായിരുന്നു. ആ തള്ളെല്ലാം പോയി. അതെല്ലാം പോയി. ഇപ്പം എനിക്ക് ഭയങ്കരമായി പോയി. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞു. ഈ അമ്മ എന്നോടൊന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ ഈ ഭാഗത്ത് തൊട്ട് നോക്കി. അപ്പൊ ഒരു സാധനം പുറത്തോട്ട് തള്ളിയിരിക്കുക. അങ്ങനെയല്ലായിരുന്നു, അത് തിരിച്ചു കയറിപ്പോയി. കുഴപ്പമില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒന്നും കൂടെ ചുണയായി കൈയടിക്കാം, ആമേൻ പറയാം. അന്ന് പോകുന്ന വഴിക്ക് ബെൽറ്റ് എടുത്ത് കളഞ്ഞു. പെയിൻ കില്ലർ പിന്നെ കഴിച്ചില്ല. ഞാൻ നേരത്തെ നിർത്തി. അപ്പോഴാണ് വേദന കൂടി വന്നത്. അപ്പോഴാണ് ബെൽറ്റ് ഇട്ടത്. അപ്പോഴും പിന്നെയാണ് ആ ബെൽറ്റ് വീണ്ടും എടുത്ത് കെട്ടി നോക്കി. അപ്പോഴും അവിടെ ഒരു കുറവും ഇല്ലാതൊന്നാണ് മീറ്റിങ്ങിന്. എനിക്ക് തോന്നുന്നു അമ്മയെ അന്ന് ബെൽറ്റ് ഇട്ടിട്ട് തന്നെ എഴുന്നേക്കാൻ അമ്മയ്ക്ക് പാടായിരുന്നു. എണ്ണിക്കാൻ പാടായിരുന്നു, എഴുന്നേറ്റ് വരാൻ പാടായിരുന്നു. ഞാനന്ന് എഴുന്നേൽപ്പിച്ചു, പ്രാർത്ഥിച്ചു, അതോടെ തീർന്നു. എന്നാ സന്തോഷമല്ലേ കർത്താവിന്റെ കാര്യം. ഒന്ന് കൈയടിച്ചു കർത്താവിനെ സ്തുതിച്ച് ഈ അമ്മയ്ക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറഞ്ഞു. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ സെപ്റ്റംബർ 25 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് സെപ്റ്റംബർ 26 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. കർത്താവിൻ്റെ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. ആമേൻ. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ കർത്താവ് എന്നിൽ വസിച്ചുകൊണ്ട് എന്നിൽ അത്ഭുതങ്ങളെ ചെയ്യിക്കുന്നു.
ഞാൻ അനേകർക്ക് അത്ഭുതമായി തീരുന്നു. എൻ്റെ കൈകൾ അനേകരിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഹല്ലേലൂയ. ജീവിക്കുന്ന ഒരു ദൈവത്തെ അനുഭവിക്കുവാനായി കഴിയുന്നു. ദൈവത്തിന് ഒരിക്കൽ കൂടെ നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്ന ഭാരം എന്താണോ അത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. ദൈവമായുള്ള ബന്ധത്തിൽ ആ സ്നേഹത്തിലായിരുന്നാട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈകൾ വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, യേശുവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന കർത്താവേ, അവിടുത്തെ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും നിറഞ്ഞു വരുവാനിടയാകട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും ഉടയട്ടെ അപ്പോൾ, എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും ഉടയട്ടെ അപ്പോൾ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ. താങ്ക് യു ജീസസ്. ഒരു സിസ്റ്ററിനെ കാണാം, തൻ്റെ ശരീരത്തിൽ വട്ടം കറുത്തു വരുന്ന ഒരു പ്രയാസം, ആ സ്കിന്നിലൊരു ഡിസീസാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അത് പൂർണ്ണമായും സൗഖ്യമാകട്ടെ അപ്പാ, അത് പൂർണ്ണമായും സൗഖ്യമാകട്ടെ അപ്പാ. എൻ്റെ ദൈവം ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. തൻ്റെ വസ്തുവിൻ്റെ പ്രമാണത്തോട് അതിൻ്റെ രേഖകളോട് ബന്ധിക്കപ്പെട്ട് ടെൻഷനുള്ള ചില കാര്യങ്ങളിലായിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് സന്ദർശിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദിയപ്പാ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദിയപ്പാ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദിയപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, അവരെ വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേപോലെ തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ തനിക്കൊരു മുന്നേറ്റമില്ല എന്ന് വിചാരിച്ച് പ്രയാസത്തോടായിരിക്കുന്ന ഒരു യൗവനക്കാരനെ കർത്താവ് തൊടുകയാണ്. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പാ, നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവിൻ്റെ മഹത്വം വസിക്കട്ടെ അപ്പാ. യേശുവെ, അനേകർക്ക് ഇവർ അത്ഭുതമായി തീരട്ടെ അപ്പാ, അനേകർക്ക് ഇവർ അനുഗ്രഹമായി തീരട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ കൃപയിലും നിറവിലും നമുക്ക് എപ്പോഴും ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.